ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ 16th മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ, എ സം ഓഫ് ₹700 is to be used to give 7 cash prizes to students of a school for their overall academic performance. If each prize is ₹20 less than its preceding price, find the value of each of the prizes. ഇവിടെ സമ്മ് 700 തന്നിട്ടുണ്ട്, അതുപോലെ 7 ക്യാഷ് പ്രൈസസ് ആണ്. അപ്പോൾ നമുക്ക് n=7 എന്ന് കിട്ടും. അതുപോലെ -20 ലെസ് ദാൻ ആണ്, അപ്പോൾ ഡി നമുക്കിവിടെ -20 എന്ന് കിട്ടും. ചെയ്ത് നോക്കാം. നമുക്ക് സെവൻ പ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. S7 = 700 ആണ്. അതുപോലെ ഡി ഓരോന്നിലും ₹20 വെച്ച് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഡി -20 എന്ന് കിട്ടി. പിന്നെ തന്നിട്ടുള്ളത് n7 ആണ്, നമുക്കറിയാം. n=7. ഇനി നമുക്ക് തന്നിട്ടുള്ളത് മെയിനായിട്ട് സമ്മാണ്. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ Sn = n/2 × 2a + n-1 × d. ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ S7 = n/2, നമുക്ക് 7/2 × 2a. ഫസ്റ്റ് നമുക്കറിയില്ല, അപ്പോൾ 2a + n-1 × d, അതായത് 7 - 1, അതായത് 6. 6 × d നമുക്ക് -20 ആണ്. 6 × -20 = 700 എന്ന് തന്നിട്ടുണ്ട്. ഇനി 7/2 × 2a, 6 × -20 -120 = 700. നമുക്ക് ഈ 7നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതുപോലെ 2നെ കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുകയും ചെയ്യാം. ഈ 2നെയും ഈ 2നെയും കട്ട് ചെയ്താൽ നമുക്ക് a കിട്ടി. a + -120 ആണ്, അപ്പോൾ അതിൻ്റെ പകുതി 2 കൊണ്ട് കട്ട് ചെയ്തു. a - 60 = ഇവിടെയുള്ള 700 ഉണ്ട്, 700. ഇനി ഈ 7നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, അപ്പോൾ /7 ആവും. /7. അപ്പോൾ നമുക്ക് a - 60 = 100 എന്ന് കിട്ടി. അപ്പോൾ a = 100 + 60 എന്ന് എടുക്കാം. a = നമുക്ക് 160 എന്ന് കിട്ടി. ഫസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് അറിയാം. ഇനി നമുക്ക് ഓരോ പ്രൈസസ് അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ഫസ്റ്റ് 160, 20 മൈനസ് ചെയ്തു, അപ്പോൾ 140. വീണ്ടും 20 മൈനസ് ചെയ്തു, 120, 100, 80, 60, 40. 1 2 3 4 5 6 7 പ്രൈസസ് ആയി. 160, 140, 120, 100, 80, 60, 40 ആണ് നമ്മുടെ പ്രൈസസ്. ഇവിടെയും ക്വസ്റ്റ്യൻ വലുതായിട്ട് കഥയായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഡയറക്റ്റ് നമുക്ക് a ഒഴികെ ബാക്കി എല്ലാ സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ സമ്മിൻ്റെ ഇക്വേഷനിൽ നിന്നും അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. പിന്നെ ഫസ്റ്റ് ടൈം എന്നും -20 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 20 മൈനസ് ചെയ്ത് പോയാൽ നമുക്ക് എല്ലാ പ്രൈസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ, സ്റ്റുഡൻസ് thought of planting trees in and around the school to reduce air pollution. It was decided that the number of trees that each section of each class will plant will be the same as the class in which they are studying. Example, a section of class first standard will plant 1 tree. The section of class second standard will plant 2 trees, and so on till class 12th. There are 3 sections of each class. ഓരോ സ്റ്റാൻഡേർഡിലും 3 സെക്ഷൻ വീതമുണ്ട്. How many trees will be planted by the students? ക്വസ്റ്റ്യൻ വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആക്കി
കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ ഹൗ മെനി ട്രീസ് വിൽ ബി പ്ലാന്റഡ് ബൈ ദ സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. ചെയ്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്ലാന്റഡ് ബൈ ക്ലാസ് 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡിലും 3 സെക്ഷൻ വീതമുണ്ട്. അപ്പോൾ 3 × 1 3 എന്ന് കിട്ടി. ബൈ ക്ലാസ് 2 സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഈക്വൽ ടു 3 × 2 ഈക്വൽ ടു 6 എന്ന് കിട്ടി. ബൈ ക്ലാസ് 3 തേർഡ് സ്റ്റാൻഡേർഡ് ഈക്വൽ ടു 3 × 3 ഈക്വൽ ടു 9 എന്ന് കിട്ടി. അങ്ങനെ തുടർന്ന് പോകുന്നു. ഇനി 12th ക്ലാസ് ബൈ ക്ലാസ് 12 ഈക്വൽ ടു 3 × 12 ഈക്വൽ ടു 36 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടി. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 3, 6, 9 എക്സെട്ര അപ് ടു 36 ആണ്. അവിടെ 12th ക്ലാസ് വരെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടൈം എ ഈസ് ഈക്വൽ ടു 3 എന്നും കോമൺ ഡിഫറൻസ് ഇവിടെ ഡി ഈക്വൽ ടു 6 - 3 ഈക്വൽ ടു 3 ആണ്. അതുപോലെ നമുക്ക് n തന്നിട്ടുണ്ട്, 12 ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 12 ആണ്. അതുപോലെ an അല്ലെങ്കിൽ l ലാസ്റ്റ് ടൈം ഈക്വൽ ടു 36 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Sn ഈക്വൽ ടു n/2 ഇൻറ്റു നമുക്കിവിടെ ലാസ്റ്റ് ടൈം അറിയാം, nth ടൈം അല്ലെങ്കിൽ l നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് 2a + n - 1 × d എന്നുള്ള ഇക്വേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് a + an എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം നമുക്കറിയാം. ഈക്വൽ ടു n/2 എന്നിൻ്റെ വാല്യൂ 12 ആണ്. അപ്പോൾ 12/2 ഇൻറ്റു എ ഫസ്റ്റ് ടൈം നമുക്ക് 3 എന്നറിയാം. 3 പ്ലസ് ലാസ്റ്റ് ടൈം 36 ആണ്. അപ്പോൾ 3 + 36 ഈക്വൽ ടു 12/2 6. 6 ഇൻറ്റു 3 + 36 39 ഈക്വൽ ടു 234 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്ലാന്റഡ് ബൈ ദി സ്റ്റുഡൻസ് ഈസ് 234. ഇവിടെ ക്വസ്റ്റിന് കുറച്ച് വലിപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒരു കഥയായിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ വാല്യൂസും ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചു പോരുത്. വലിയ ക്വസ്റ്റ്യൻ എപ്പോഴും അതൊരു കഥയായിട്ടായിരിക്കും തരിക, പക്ഷേ അതിനകത്തുള്ള വാല്യൂസ് അത് പെറുക്കി എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്തത് ഓരോ ക്ലാസ്സിലെയും കൃത്യമായിട്ട് നമ്മൾ ആ തന്നിരിക്കുന്ന വാല്യൂ ഉപയോഗിച്ച് ആ തന്നിരിക്കുന്ന ആ കഥയിലെ കാര്യം ഉപയോഗിച്ച് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു. ഓരോ സെക്ഷനിലും ഓരോ സ്റ്റാൻഡേർഡിലും 3 സെക്ഷൻ ക്ലാസ് ആണുള്ളത്. അപ്പോൾ 3 × 1 അവിടെ കിട്ടി. അതുപോലെ ഇവിടെ തന്നെ 3 × സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 3 × 2 ചെയ്തു. അങ്ങനെ ഓരോന്നും ചെയ്തു. 12th സ്റ്റാൻഡേർഡിൽ 3 × 12 ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഫസ്റ്റ് ടൈം കിട്ടി. ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതുപോലെ ഇതിൽ നിന്നും ലാസ്റ്റ് ടൈം കിട്ടി. ഇനി ആകെ 12 ക്ലാസ് 12 ക്ലാസ് ആണുള്ളത്. അപ്പോൾ 12th ക്ലാസ് വരെ നമുക്ക് 12 ടൈം ആണുള്ളത്. n ഈസ് ഈക്വൽ 12 എന്ന് കിട്ടി. അപ്പോൾ എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന വാല്യൂസാണ് അതിനകത്തുള്ളത്. പിന്നെ ഡയറക്റ്റ് സമ്മിൻ്റെ ഇക്വേഷൻ കൊടുത്തു, ചെയ്തു, ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിപ്പം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരിക്കും. പിന്നെ സമ്മ് നമുക്ക് 234 കിട്ടി. അത് കഴിഞ്ഞു.